चलो भाई देखो अब मैं क्या करता हूँ. ഇങ്ങോട്ടൊന്ന് അവിടെ ഇരി. ചേട്ടൻ വർക്കിന് പോവാണ്. പണിക്ക് പോയിട്ട് വന്നിട്ട് മേത്ത് കയറ്റാം കേട്ടാ. വരുമ്പോൾ കയറ്റാവേ. അത്രേ ഉള്ളു. ഓക്കെ, ഇത്രേ ഉള്ളു കാര്യം. ഇത് കണ്ടല്ലോ, ഈ നനവൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്നുള്ള ആ ഒരു തണുപ്പിൻ്റെയാണ്. ഇത് കഴുകി കയറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കഴുകി നല്ലോണം സെറ്റാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റിയത്. പക്ഷേ സോപ്പിട്ട് കഴുകാത്തതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതിൻ്റെ ഔട്ടർ സൈഡ് സെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ATM നിന്ന് കുറച്ച് പൈസ എടുക്കാൻ പോകട്ടെ. ആശുപത്രി പോവാണ്, ചെറിയ ജലദോഷമുണ്ട്. അപ്പം എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷമൊന്നും പരത്താതിരിക്കാനായിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ചുറ്റും നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കുറ്റങ്ങളും ഒന്നും കാണാഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് നമുക്ക് ബാത്റൂമിലോട്ട് പോവാവേ. ഈ ഒരു വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പൊക്കി വെക്കും. ഞാൻ ആക്ച്വലി കാലുകൊണ്ടാണ് പൊക്കി വെക്കുന്നത്, കാരണം എനിക്കൊരു സേഫ്റ്റി കുറവ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൈ വെച്ച് പിടിക്കാത്ത. ഒരു പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറാണ് ഇത്. എൻ്റെ സാനിറ്റൈസറാണ്. നമ്മൾ വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുള്ളൂ എന്ന് ചോദിച്ച് വെള്ളത്തിനകത്തല്ല, വെള്ളത്തിൻ്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ കുറേ നാളായിട്ട് കാണാണ്ടിരുന്ന കണ്ണാടിയാണ് കേട്ടോ. ചരിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഷെയ്ഡ് കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ UV പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ സത്യത്തിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ക്ലീനപ്പിന് പോയപ്പോഴേ കണ്ണൊക്കെ മൊത്തത്തിൽ കരിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഒരു സൺഗ്ലാസ് ഒക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് പൈസയൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ പഴയ ചക്കര കിട്ടിയത്. ഓക്കെ, അപ്പൊ സെഗ്മെന്റിന് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്. 2 വിസിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, റെഡി അല്ലേ? വിസിൽ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങളതൊന്ന് ടിഷ്യൂ തരാമോ? അതെന്തിനാ? ഞങ്ങൾക്ക് കുറച്ച് ഹോസ്പിറ്റലിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് കുറച്ച് വൃത്തിയുടെ നിർബന്ധം ഉണ്ടല്ലേ? ഓക്കെ, നമ്മൾ വെനം കാണാൻ വന്നെയാണ്. 3D ഗ്ലാസസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് വെച്ചിട്ട് ഊരുന്നതായതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് ചിലപ്പം മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യാൻ പോവാണ്. ഇത് ഇവരോടുള്ള വിശ്വാസം കൂടുതലോ കുറവോ ഒന്നുമല്ല, നമ്മുടെ എക്സ്ട്രാ ഒരു പ്രിക്കോഷനാണ്. കാരണം കണ്ണിലൊക്കെ വെക്കുന്നതാണല്ലോ, പലതരത്തിൽ. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുകയാണ് കേട്ടോ. Emotional damage. പിന്നെ ഫുഡ് കഴിച്ചതിന് തൊട്ടുപുറകെ നമ്മൾ വാ കഴുകുന്നത് ആക്ച്വലി നല്ലതാണ്. അതായത് വായിൽ എക്സ്ട്രാ ഉള്ള അധികമുള്ള അസിഡിറ്റിയെ നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് നോർമൽ വാട്ടറിൽ വാ കഴുകുന്നത് ഹെൽപ്ഫുൾ ആവും. നമ്മള് പെപ്സി ഒഴിച്ചാടാ പിന്നെ കഴുകുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഓൾ കേരള ലെവലിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ഓൾ കേരള ലെവൽ എന്നുള്ളതിനെ 14 കുഞ്ഞു ഡിസ്ട്രിക്ട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് 941 പഞ്ചായത്തും കണ്ടുപിടിച്ച നീ തന്നെയാണ്. സല്യൂട്ട് അടിക്കും. ഒരു ഹാൻഡ് റെയിലില് നമ്മൾ ഒരു കാരണവശാലും ടവൽസ് തൂക്കാൻ പാടില്ല. പിന്നെ നീ തൂങ്ങി നിന്നാടൂ. എന്നെ പോലെ ഒരുത്തൻ മതി. ആ ഒരുത്തനെ കൊണ്ട് ഇവിടെ വലിയ റവല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഈ വലിപ്പത്തിലുള്ള 2 ചാക്ക്. ഇനി അവൻ പുറത്തിറങ്ങാൻ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സമാനമായിട്ട് കിട്ടോ എന്തിനൊക്കെ ചെയ്യും. പ്രശ്നേഷ് ചെറുക്കൻ. എന്താ ഇവിടെ പ്രശ്നം? ഇനി എന്റെ മേളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയില്ലേ. കുറച്ച് ഓറഞ്ച് വലി, അതുപോലെ തന്നെ ഉണങ്ങിയ ഒരു റംബൂട്ടാൻ ഇവിടെ കിട്ടിയേക്കുന്നു. കുറച്ച് ഓറഞ്ച് വലി, അതുപോലെ തന്നെ ഉണങ്ങിയ ഒരു റംബൂട്ടാൻ കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. തീർന്നില്ല. രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് ഒരു മോർണിംഗ് കോഫി എല്ലാം കുടിക്കുന്നത്, അല്ലെ ചായ കുടിക്കുന്നത് നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ ചായ കുടിക്കുന്നത് നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലാക്കണ്ട. തീർന്നില്ല. AC-യുടെ മേൽഭാഗത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും പൊടി കാണും. അതുപോലെ ഫാന്റെ മോൾ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊടികളുണ്ടാവും. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കുറ്റമായിട്ട് പറയല്ല, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്താ കാരണം? മനുഷ്യത്വം. അതുപോലെ ബെഡിന്റെ മേളിൽ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലേ, അതൊക്കെ പുറത്തൊക്കെ ആയിട്ട് അഴുക്കിരിപ്പോണ്ട്. അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല. എന്നെ പോലെ പണിയെടുത്ത് കുടുംബം നോക്കിക്കൊണ്ട് അളിയൻ തമാശ പറയരുത്, കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനകത്തോട്ട് വലിഞ്ഞു കയറിയത് തന്നെ ഇത്രയും രീതിയിൽ നമുക്ക് എല്ലാ നുക്ക് ആൻഡ് കോർണേഴ്സ്, എല്ലാ ഗ്രൂവ് ഉൾപ്പെടെ പെർഫെക്റ്റ് ആയിട്ട് ഡീപ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി തിരിച്ചു വരുന്നവരെ എല്ലാം തെറ്റായിട്ടാ നടക്കുന്ന അമ്മ. നിനക്ക് ഇത് നിനക്കെന്താ അസുഖം?